ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കുന്നത് എത്ര കരി പിടിച്ച പാത്രം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അത് മിനിറ്റുകൾക്കുള്ളിൽ നമുക്കത് ക്ലീൻ ആക്കി എടുക്കാന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഇത് കാണാനെന്ന് നോക്കാം. അപ്പോൾ അതാ എൻ്റെ പാത്രം കരി പിടിച്ച് ഇത്രയും കരി പിടിച്ചിട്ട് തീരെ നമ്മൾ വെറുതെ ഇട്ട് അരച്ചാൽ പോലെ അത് പോവില്ല. ഞാനൊരു കോള് വന്നപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. സിമ്മിലിട്ടിട്ട് തന്നെ പോയത്, പക്ഷേ അത് മറന്ന് അത് സംസാരിച്ച് നിന്ന് മറന്നിട്ട് പിന്നെ അത് വരുമ്പോഴേക്കും ഇങ്ങനെ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ സ്ക്രബ്ബർ ഇട്ട് ഉരച്ചിട്ടാണെങ്കിൽ പോവില്ല. അപ്പോൾ നമുക്കത് സ്ക്രബ് ഇട്ട് ഉറക്കാതെ തന്നെ പെട്ടെന്ന് എങ്ങനെ പോകാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കളയാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളമാണ് കേട്ടോ, സാധാ പച്ചവെള്ളം. എൻ്റെ അടിഭാഗം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും അത് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചായപാത്രവും അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് കരിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ചില ചായപാത്രങ്ങളൊക്കെ സൈഡിലൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത്രത്തോളം വെള്ളം ആക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിട്ട് കൊടുത്തത് 1 സ്പൂണ് ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വീട്ടിലെ സാധാ സോപ്പും പൊടി അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ വിമ്മിൻ്റെ ലിക്വിഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ സോപ്പും പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ലിക്വിഡ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല തിളച്ച് മറിയുന്ന അതുവരെ ഒരു 10 മിനിറ്റോളം നമ്മൾ എന്തായാലും ഇതിങ്ങനെ മീഡിയത്തിലിട്ട് നല്ല തിളച്ച് മറിയുന്നവരെ നമ്മൾ ഇത് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ചൂടാവും തോറും ഒരു സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ മെല്ലെ ഇളക്കി കൊടുത്താൽ അതിങ്ങനെ അടർന്ന് വരുന്നത് കാണാം കേട്ടോ. ഇളക്കി കൊടുത്ത് ഇങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതിങ്ങനെ കിടന്ന് തിളച്ചാൽ തന്നെ അതിങ്ങനെ അതെല്ലാം അത് അടർന്ന് ഇങ്ങനെ പോരും കേട്ടോ. ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ അധികം പണികളൊന്നുമില്ല, ജസ്റ്റ് ഒന്നും തിളച്ച് മറിയുന്ന ടൈം എടുക്കുള്ളൂ. മറ്റേത് നമ്മൾ സ്ക്രബ്ബർ ഇട്ട് എത്ര ഉരച്ചാലും നമ്മൾ കൈ കടയാന്നുള്ളത് ചിലതൊന്നും പോവില്ല. നല്ല കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാത്രങ്ങൾ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ മറന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ അടി പിടിക്കും. കുക്കറാണെങ്കിലും അതുപോലെ ചായപാത്രങ്ങളൊക്കെ പെട്ടെന്ന് കരി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ നേരം സ്ക്രബ്ബർ ഇട്ട് ഉരയ്ക്കും, കുറേ വിമ്മെടുത്ത് ഒഴിച്ചിട്ട് കുറേ ഇട്ട് ഉരച്ചിട്ടും ചിലപ്പോൾ പോകാമില്ല, നമ്മളെ കൈ അടയുകയും ചെയ്യും, അത് പോവില്ല. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പണിയില്ല. ആ വെള്ളം ഒന്ന് ഇതുപോലെ തിളച്ച് വരുന്ന ടൈം ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. ആ തിളച്ച് വരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുതിർന്ന് വരും. കണ്ടില്ല, ഇത് നല്ല തിളച്ച് മറിയുന്നുണ്ട് വെള്ളം. ഒരു 10-15 മിനിറ്റോളം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം തിളച്ച് മറിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിലത്തെ കരി പിടിച്ചതൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുക, കറുത്ത സാധനങ്ങൾ കാണുന്നില്ലേ, അതിങ്ങനെ ഇളകി പോന്നിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ തിളച്ച് മറിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു റിസ്ക് കൊടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ കുറേ കരി പിടിച്ച് പാത്രം ആക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ ചിലവരത് ഒഴിവാക്കും. ഇനി ഇത് പോവില്ല, ഇനി അതിൽ ഫുഡ് ഇനി ഉണ്ടാക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പുതിയതുപോലെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. ഇതുപോലെ നല്ല തിളച്ച് മറിയണം കേട്ടോ. അപ്പോൾ നമ്മളൊന്നുകൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഉണ്ടെങ്കിൽ അവിടെ പാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളകി പോരും കേട്ടോ. അതില്ല ഇളകി നിങ്ങൾക്ക് അതിൻ്റെ ആ പീസസൊക്കെ ഇളകി വരുന്നത് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് കരി പിടിച്ച് നമ്മൾ പാത്രങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി അത് പോവില്ല എന്ന് പറഞ്ഞിട്ട് പാത്രം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് കളയാനോ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല തിളച്ച് മറിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല വെട്ടി തിളയ്ക്കണം. അപ്പോൾ അതിങ്ങനെ എല്ലാം അതിങ്ങനെ അടർന്ന് പോരുട്ടാ. എന്നിട്ട് നല്ല തിളച്ചതിന് ശേഷം മാത്രം ഇതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കിതിൻ്റെ ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കൊന്ന് ചൂടാറണം. ഒന്ന് കഴുകണമെങ്കിൽ ഒന്ന് ചൂടാറണ്ടേ. ആ പാത്രം വെള്ളമൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ വെള്ളം കളയുക. അതിൻ്റെ അടിയത്ത് നമ്മളെ വേസ്റ്റൊക്കെ ഉണ്ടാവും, അത് നമ്മൾ അതിൽക്കൂടെ ഒഴിക്കാതെ അത് ഞാൻ വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ കരിഞ്ഞ ഇതൊക്കെ ഉണ്ടാവും, പൊടികളും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വാഷിംഗ് മെഷീനുകൾ അത് ചെന്ന് അടയുള്ളൂ. അപ്പോൾ അത് ഞാൻ വേറൊരു കവറിലേക്ക് വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലത്തെ ബാക്കി അത് മഴ കുറച്ചും കൂടി ഉണ്ടാവും. അതിതുപോലെ സ്ക്രബ്ബർ ഇട്ടിട്ട് അധികം ബലം പിടിക്കൊന്നും വേണ്ട. ഇതേപോലെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണോ സ്റ്റീലിൻ്റെ നമ്മൾ ചട്ടക്കൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് പോരുട്ടോ. അപ്പോൾ അത് ഞാൻ സ്ക്രബ്ബർ ഇട്ടാണ് അരച്ച് കൊടുക്കുന്നത്. അപ്പോൾ
പെട്ടെന്ന് തന്നെ പോരും കേട്ടോ. അധികം ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇത് ചെയ്യാതെ നമ്മൾ ആദ്യമേ ഇതുപോലെ സ്ക്രബ് ഇട്ട് ഉരയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും പോവില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് കൊണ്ടാണ്, ഇത്രയും ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് പോരുന്നത്. അല്ലെങ്കിൽ ഈ സ്ക്രബ് ഇട്ട് ഉരച്ചാൽ പോലും ആ കരി പിടിച്ചത് പെട്ടെന്നൊന്നും പോരില്ല. ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ല, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്ര കരി പിടിച്ചതായിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ വേണമെങ്കിലും ഫുള്ള് കരി പിടിച്ച പാത്രം പോലെ ആണെങ്കിലും അത്രയും വെള്ളം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അരച്ച് കൊടുത്താൽ ക്ലീനാക്കി കിട്ടുക. അപ്പോൾ പുതിയതുപോലെ ആ ഫ്രഷായിട്ട് നല്ല ക്ലീൻ പാത്രമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. തുടക്കാൻ നിർബന്ധമൊന്നുമില്ല. വെള്ളം കളയാൻ വേണ്ടി തുടച്ചെടുത്തതാണ്. ഒരു ടരക്ക് എന്തെങ്കിലും വെച്ച് തുടച്ചെടുക്കുക. കണ്ടില്ല, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ തിളങ്ങണം. നമ്മൾ പുതിയത് കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഒരു തിളക്കം നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ആരും കരി പിടിച്ച പാത്രങ്ങൾ കളയാനോ ഉരച്ച് ബുദ്ധിമുട്ടാനോ നിൽക്കണ്ട. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു ടിപ്പല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.